സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ NH-66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാനത് കൂരിയാടാട്ടോ. കൂരിയാട് വർക്കിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഒരു ലൈക്കൊക്കെ ചെയ്താൽ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒരു ഉഷാറാണ്. അപ്പോൾ എല്ലാവരും കാണലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം, കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. വർക്കിൻ്റെ കൂരിയാട് അണ്ടർപാസിൻ്റെ അടുത്ത് നമുക്ക് വീഡിയോ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെ വർക്കായി നോക്കട്ടോ, ഇവിടെയൊക്കെ വർക്കുകൾ എവിടെ വരെ എത്തി എന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ അണ്ടർപാസിൻ്റെ അവിടെ ഇവർ ഒരു ബോക്സ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ അവരിത് വാൾ ക്യാപ്പൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് ഗാഡർ വെക്കാനായിട്ട്. ഇനി അതിൻ്റെ കുഞ്ഞു ബോക്സുകളാട്ടോ മുകളിൽ, സ്റ്റോപ്പർ ബോക്സ് അതാണ് ഇനി നിർമ്മിക്കാനുള്ളത്. ബാക്കിയുള്ള ഈ ഭാഗത്തേക്കുള്ള പിയർ ക്യാപ്പിൻ്റെ വർക്ക് മൊത്തം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടേക്ക് വരുമ്പം ഇവിടെയൊക്കെ ഫുള്ള് വർക്ക് ഫിനിഷായി. പിയർ ക്യാപ്പിൻ്റെ ഇനി ഗാഡർ വെക്കാനുള്ള അതിൻ്റെ മുകളിലുള്ള ബോക്സുകൾ വാർക്കാനാണ്. ഇതൊക്കെ ഇപ്പം തൊട്ടടുത്ത ദിവസങ്ങളിൽ വാർത്തത് നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചാക്കൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല. വർക്കേഴ്സുകളൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ ജോലിക്കാർ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഒരുപാട് ജോലിക്കാരൊക്കെ ഇപ്പോഴും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഗാഡറുകളൊക്കെ വീണ്ടും അവർ ഒരു 10-20ഓളം ഗാഡർ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഭാഗത്തേക്ക്. ഗാഡർ എടുത്ത് വെക്കുന്ന കാഴ്ച ഒന്ന് കാണിക്കാൻ ഇനി അടുത്ത സെക്ഷനിൽ നമുക്കിവിടെ എത്തിപ്പെടാം. അടിപൊളി കാഴ്ച കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സപ്പോർട്ട് കൊടുത്ത ബാക്കി സാധനങ്ങളൊക്കെ ഇനി സ്റ്റീലിൻ്റെ സാധനങ്ങളൊക്കെ ഇനി എടുത്ത് മാറ്റാനുണ്ട്. അതൊക്കെ അതിൻ്റെ സെറ്റിംഗ് ടൈം കഴിഞ്ഞതിന് ശേഷം അവരെടുത്ത് മാറ്റും. അവിടെ നമ്മുടെ വലിയ ക്രെയിന് അവരുടെ ജോലിക്കാർക്ക് ആവശ്യമായ സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ നമ്മുടെ സസ്പെൻഷൻ ബോക്സ് അവിടെ വെക്കുന്ന ജോലിയാണ് ജോലിക്കാർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വെച്ച് അതിൻ്റെ മുകളിൽ നമ്മുടെ ബോക്സ് കോൺക്രീറ്റ് ചെയ്യുക. അതിൻ്റെ മുകളിലാണ് അവർ എക്സ്ട്രാ ഒരു ഇരുമ്പിൻ്റെ ബോക്സുകളൊക്കെ വെച്ചിട്ട് അവർ നമ്മുടെ ഗാഡർ താൽക്കാലികമായിട്ട് അത് എടുത്തു വെക്കും. പിന്നെ അതവിടെ നിന്ന് എടുത്ത് മാറ്റും കേട്ടോ. ഇപ്പം എത്ര ഗാഡർ എടുത്ത് വെച്ച് കഴിഞ്ഞു? 10, 20, 25, 30, 35 ഗാഡർ എടുത്ത് വെച്ച് കഴിഞ്ഞു. 85 ഗാഡർ അല്ലേ? 85 ഗാഡർ കൂടി വെക്കാണ്ട് കേട്ടോ. അതിൽ 10 ഗാഡർ നമ്മുടെ സ്റ്റീലിൻ്റെ ഗാഡർ ആ തലക്കലേക്ക് ഇവിടെയൊക്കെ ബോക്സ് അവിടെ അതാ ഈ ബോക്സ് കോൺക്രീറ്റ് ചെയ്യുന്ന ജോലി അതാ ഇതിൻ്റെ മുകളിൽ കഴിഞ്ഞിട്ടുണ്ട്. ഗാഡറൊക്കെ നല്ല സെറ്റപ്പിൽ ഇതിൻ്റെ അടിയിൽ കൂടി പോകുന്നവർക്ക് ധൈര്യമായിട്ട് പോകട്ടോ. അടിയിൽ കൂടി തന്നെയാണ് നമ്മൾ സർവീസ് റോഡിലൂടെ പോകുന്നത്. വർക്ക് എടുക്കുന്നതിൻ്റെ അടിഭാഗത്ത് കൂടി ആരും യാത്ര ചെയ്യരുത്. എല്ലാം അവർ വെൽഡ് ചെയ്ത് സപ്പോർട്ടൊക്കെ കൊടുത്ത് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ സപ്പോർട്ടൊക്കെ കൊടുത്ത് സെറ്റപ്പാക്കി വെച്ചതാണെന്ന് തോന്നുന്നു. നമ്മുടെ അരൂർ തുറവൂർ 4 ഗാഡറുകളൊക്കെ ഇങ്ങനെ വീണ വാർത്ത നമ്മൾ കണ്ടതല്ലേ. അതുപോലെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അവിടെ ബോക്സ് വാർത്തേൻ്റെ മുകളിൽ അവർ ഗാഡർ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇരുമ്പ് ബോക്സുകൾ അവിടെ സെറ്റപ്പാക്കുന്ന ജോലിക്കാർ അവിടെ ഉണ്ട്. നമ്മുടെ ക്രെയിന് ഓരോന്ന് എടുത്തങ്ങനെ പൊക്കി കൊടുക്കും അങ്ങോട്ടേക്ക്. എന്തായാലും ഒരാൾക്ക് കയറിൻ്റെ മുകളിൽ പൊക്കാൻ പറ്റിയ സാധനമൊന്നുമല്ല. ഓരോ പീസുകളും 50 കിലോയിൽ കൂടുതൽ എന്തായാലും ഉണ്ടാകും. അത് ക്രെയിൻ ഇങ്ങനെ ഓരോന്ന് എടുത്ത് വെച്ച് കൊടുക്കുക. ജോലിക്കാരവിടെ കണക്കാക്കി ടേപ്പൊക്കെ എടുത്ത് അളവ് റെഡിയാക്കിയിട്ട് അവിടെ വെക്കുക. അതിൻ്റെ മുകളിലാണ് നമ്മളെ ഗാഡർ എടുത്ത് വെക്കുന്നത്. എന്തായാലും കൂരിയാട് വർക്ക് റോഡൊക്കെ കൂടി ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് അവിടെ ബ്രിഡ്ജ് വേണമെന്ന ആവശ്യം, ജനങ്ങളുടെ ആവശ്യം അംഗീകരിച്ചു. KNRCL കമ്പനി NHAൻ്റെ ഓർഡറിന് അവർ നിന്നു കൊടുക്കില്ലാതെ നിവർത്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു ബ്രിഡ്ജിൻ്റെ വർക്ക് സൂപ്പറായിട്ട് ഫിനിഷിങ്ങിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഓരോ ആഴ്ച കഴിയുമ്പോഴും
ഇവിടുത്തെ വർക്ക് നല്ല മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ മുകളിൽ ഓരോ സ്ലാബുകൾ വാർക്കേണ്ട ജോലികളുണ്ട്. അവിടെ ആ ഭാഗത്ത് ഡാക്ക് ഷീറ്റ് വെച്ച് എന്ന് വിചാരിക്കുന്നു അല്ലേ. ഡാക്ക് ഷീറ്റുകളൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ ചോട്ടുകൂടി നടന്നുണ്ടെങ്കിൽ അവർ സമ്മതിക്കില്ല കേട്ടോ. അവർ സമ്മതിക്കല്ല, നമ്മളതിൻ്റെ ചോട്ടുകൂടെയാണ് നടക്കാൻ പറ്റില്ല. സേഫ്റ്റീൻ്റെ ഭാഗമായിട്ട് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം നമ്മളതിൻ്റെ ചോട്ടുകൂടി ക്യാമറയൊക്കെ ആയിട്ട് നടന്നുണ്ടെങ്കിൽ നല്ല ഉളുപ്പില്ലാതെ കേൾക്കും. വെറുതെ എന്തിനാണ്, നമുക്ക് ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ബോക്സ് ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് കുറച്ച് ഹൈറ്റ് കൂടുതൽ, ഇങ്ങനെ ഹൈറ്റ് കുറഞ്ഞിട്ട് ആ റോഡിൻ്റെ സ്ലോപ്പാട്ടോ, ഗാഡറിൻ്റെ മുകളിൽ തന്നെ റോഡിൻ്റെ സ്ലോപ്പ് അവർ ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നെ സ്ലാബ് അതിൻ്റെ മുകളിൽ കണക്കാക്കി അങ്ങ് വാർത്താൽ മതി. ഇപ്പോൾ 10-20 കോൺക്രീറ്റ് ഗാഡറും അവിടെ നിന്ന് അങ്ങോട്ട് 10 സ്റ്റീലിൻ്റെ ഗാഡറും. സ്റ്റീലിൻ്റെ ഗാഡർ കൂടി വെച്ച് കഴിഞ്ഞാൽ ഗാഡർ വർക്ക് കഴിഞ്ഞു. മൊത്തത്തിൽ 80-85 ഗാഡർ ഇനിയും വെക്കാനുണ്ട്. 2 പിയർ ക്യാപ്പ് വാർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഈ റോഡ് ഇവിടെ ഒരു ബ്ലോക്കായിട്ട് നിർമ്മിക്കാണ്ട്, അത് RI ബ്ലോക്ക് കൊണ്ടായിരിക്കുമോ നിർമ്മിക്കുക എന്നുള്ളത് നമുക്ക് നോക്കി കാണണം കേട്ടോ. അഥവാ ഇനി കോൺക്രീറ്റ് ചെയ്ത് വാളാക്കി പൊക്കാന്നുണ്ടെങ്കിൽ ഇത് തമ്മിൽ ജോയിൻ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. RI ബ്ലോക്ക് തന്നെ അടിയിൽ നല്ലൊരു ഫൗണ്ടേഷനൊക്കെ കൊടുത്തിട്ട്, അടിപൊളി ഫൗണ്ടേഷനൊക്കെ കൊടുത്തിട്ട് RI ബ്ലോക്കിൻ്റെ നിർമ്മാണം തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. അറിയില്ല. എന്തായാലും ഇനിയൊരു ഫാൾട്ട് കൂരിയാട് ഭാഗത്ത് ഉണ്ടാവാത്ത തോതിലാണ് KNRCL വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഗാഡർ നിർമ്മാണങ്ങളും ബാക്കിയുള്ള കാഴ്ചകളും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്തില്ല ഇന്ന് തൊട്ടാളിയിട്ട് അതിൻ്റെ മുകളിൽ. അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ കൊളപ്പുറം ഭാഗത്തേക്കായിട്ട്, കൊളപ്പുറം അണ്ടർപാസ് അതാ കാണുന്നു, അവിടേക്കായിട്ട് ഗാഡറിൻ്റെ നിർമ്മാണങ്ങളൊക്കെ അതിസുന്ദരമായിട്ട് അതിമനോഹരമായിട്ട് അതിവേഗം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ദാ നമ്മുടെ മീമുള്ളു പോലെ അവരുടെ ആദ്യം കമ്പിയൊക്കെ കെട്ടി റെഡിയാക്കുന്നുണ്ട്. 70 ടണ്ണ് വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ ഈ ഗാഡർ. 70 ടണ്ണ്. യെസ്, ഒരു സ്പാനിൻ്റെ മുകളിൽ എത്ര ടണ്ണ് വെയിറ്റ് വരുന്നുണ്ട് അല്ലേ. 5 ഗാഡർ 350 ടണ്ണ് അതന്നെ വെയിറ്റ് വരുന്നുണ്ട്. നമ്മുടെ പൈലിങ്ങിൻ്റെ പവർ എന്തായിരിക്കില്ലേ. 350 ടണ്ണും പിന്നെ അതേപോലെ അത്ര ടൺ തന്നെ നമ്മുടെ റോഡിൻ്റെ വർക്ക് ഫുള്ള് കഴിയുമ്പോഴേക്കും ഒരു 700-800 ടൺ തന്നെ വരും. പിന്നെ അതിൻ്റെ മുകളിലൂടെ വാഹനങ്ങളുടെ വെയിറ്റ് കക്കോടി ഒരു 1000-900 ടണ്ണ് താങ്ങാൻ കപ്പാസിറ്റി ഉള്ള നമ്മുടെ പൈലിങ്ങുകൾ അടിപൊളി. ഇവിടെ ഏകദേശം ഗാഡറിൻ്റെ നിർമ്മാണമൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കൊളപ്പുറം അണ്ടർപാസിൻ്റെ ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്ക് കൂടുതൽ ഇവിടെ നിർമ്മിച്ചതിന് ശേഷം അവർ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി വെക്കുന്നു. അതിൻ്റെ മുകളിൽ പ്രീ ട്രസ്സിങ് ടെക്നോളജി നമ്മുടെ ഹോൾസെയിലിലെ അതിൻ്റെ ഉള്ളിൽ കൂടി കേബിൾ വലിച്ച് ടൈറ്റാക്കുന്ന ജോലികൾ അവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൂടി പോയി നോക്കാം നമുക്ക്. ഇവിടെയാണ് ഫുള്ള് ഗാഡറുകൾ കംപ്ലീറ്റ് ഒരു പണി കഴിഞ്ഞ് സ്റ്റോർ ചെയ്ത് വെച്ച ഏരിയ കേട്ടോ. നമ്മളെ കുളപ്പുറത്തിൻ്റെ ഇപ്പുറത്തേക്ക് ഫുള്ള് ഗാഡറുകൾ ഒരുപാട് 85 ഗാഡർ മൊത്തത്തിലുണ്ടാവും. അവിടെ ആ 10 വരെ ഉണ്ട് കേട്ടോ. ഒക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് വണ്ടി കയറ്റിയിട്ടാണ് അങ്ങോട്ട് അവിടെ ആവശ്യമായ ഗാഡറുകൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ പ്രീ ട്രസ്സിങ് ടെക്നോളജി എന്ന് പറഞ്ഞ വർക്ക്. അതിൻ്റെ ഹോൾസിൽ കൂടി 4 ഹോൾസ് ഉണ്ട്. അതിൽ ഓരോന്നിലും ഇവിടെ ഇപ്പം ഒരു 18 കേബിളോളം ഒന്നിലുണ്ടാകും. അതങ്ങനെ ആ മെഷീൻ കൊണ്ട് 2 ഭാഗത്തും ആ മെഷീൻ വെച്ചിട്ട് ടൈറ്റാക്കി പിടിച്ചിട്ട് അതിൽ അവിടെ ഒരു ചെറിയൊരു ക്യാപ്പ് ഉണ്ടാവും, അതിൻ്റെ മുകളിൽ ടൈറ്റാക്കുക. പിന്നെ ഈ ഗാഡർ ആ കമ്പിൻ്റെ മുകളിൽ ആ കേബിളിൻ്റെ മുകളിൽ അവിടെ തൂങ്ങി കിടന്നോളൂ കേട്ടോ. കാലക്രമേണ നമ്മുടെ കോൺക്രീറ്റ് എന്താ സംഭവിച്ചാലും ആ കേബിളുണ്ടല്ലോ ഇത്രയും വെയിറ്റ് അവിടെ താങ്ങി നിർത്തിക്കോളും. ആ അജാതി കേബിളാണ് അതിൻ്റെ ഉള്ളിൽ കൂടി ഇടുന്നത്. അങ്ങനെ മൊത്തത്തിൽ 4 ഹോൾസാണ് 10-22ഓളം കേബിളുകൾ അതിൻ്റെ ഉള്ളിൽ കൂടി ടൈറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ 2 സ്പാനിൻ്റെ മുകളിലും നമ്മുടെ പൈലിങ്ങിൻ്റെ സ്പാനിൻ്റെ മുകളിലും അവർ
അത് വെക്കുമ്പോൾ ആ കമ്പിൻ്റെ മുകളിൽ തന്നെ ഫുള്ള് വെയിറ്റ് ആയിരിക്കും കേട്ടോ, താങ്ങും. അതാണ് പ്രീ ട്രസ്സിങ് ടെക്നോളജി എന്ന ഈ വർക്കിൻ്റെ പ്രത്യേകത. അതൊക്കെ പുതിയ കാലത്ത് കണ്ടുപിടിച്ച വർക്കുകളാണ്. ഏതാണാ പോയത്? പോർഷെ കാറ്. എന്തായാലും നമ്മളുടെ എന്തായാലും നമ്മുടെ കേരളത്തിൽ വലിയ വാഹനങ്ങൾ, വലിയ നല്ല എക്സിക്യൂട്ടീവ് കാറുകളുണ്ടല്ലോ, നമ്മുടെ ഫെരാരി, ലംബോർഗിനി, പോർഷെ അതുപോലുള്ള മുന്തിയ കാറുകൾ, നിലം പറ്റിയിട്ടുള്ള കാറുകൾ വാങ്ങിയ ആളുകൾക്ക് ഈ 6 വരിപ്പാത വന്നതോടുകൂടി അവർക്കൊക്കെ ഉഷാറായിട്ടോ. ഹമ്പൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് സ്പീഡിൽ പോകാം. അവരുടെ ആ കാറിൻ്റെ പവർ അവർക്ക് ഇതിൻ്റെ മുകളിൽ ഉപയോഗിക്കാം. പക്ഷേ ഫൈൻ അങ്ങോട്ട് കൊടുക്കും. എന്തായാലും അങ്ങനത്തെ ലക്ഷറി വാഹനങ്ങൾക്ക് ഫൈനുകൾ കൊടുക്കുമോ? വാഹനങ്ങൾ ഏതായാലും സ്പീഡ് കൂടിയാൽ കൊടുക്കൂലേ. പക്ഷേ അവർ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ച് ഒരു ഫൈന് വന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ചിലപ്പം അവർ സ്പീഡിൽ പോകും. അത്രയും കോടികൾ മുടക്കി വാങ്ങിയ വാഹനങ്ങളല്ലേ. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ കൂരിയാട് വർക്കിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.